ഹായ് ഓൾ. ഫ്രിഡ്ജിലിരിക്കുന്ന കായ എടുത്തപ്പോഴാണ് ഇതുപോലെ പഴുത്തിരിക്കുന്നു. അപ്പം ഇത് വെച്ചിട്ടൊരു മോരുകറി വെക്കാമെന്നങ്ങ് വിചാരിച്ചു. വെച്ച് കഴിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിയില്ലേ അതിൻ്റെ രുചി. ഞാനപ്പോൾ അതിനെ അല്പം മധുരമൊക്കെ ചേർത്ത് നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി പോലെ ആക്കിയെടുത്തു കേട്ടോ. ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് മാമ്പഴമില്ലെങ്കിലും പുളിശ്ശേരി വയ്ക്കാം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല പഴുത്തതല്ല കേട്ടോ ഇത്. ഞാനത് അതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ചേരുവകൾ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തൈര്, തേങ്ങയെക്കൂടി ചേർത്തരയ്ക്കാൻ ആവശ്യത്തിന് ജീരകവും കുരുമുളകും, അതുപോലെ തന്നെ താളിക്കാൻ വറ്റൽമുളക്, കറിവേപ്പില, ഉലുവ, കടുക്, ഇതൊക്കെയാണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കേട്ടോ. കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പാഴൊക്കെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. നമുക്കിതൊന്ന് വെന്ത് വരാനുള്ളൊരു വെള്ളം മാത്രം മതി. ഇനി ഇതിനെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് വെന്ത് വരട്ടെ. നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അത് അടി പിടിക്കും കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതുപോലെ സെറ്റായിട്ട് വരും. ഇതാണ് ഇതിൻ്റെ പാകം. ഇതുപോലെ ആവണ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങയിൽ ജീരകവും കുരുമുളകും ചേർത്ത് അരപ്പ് നമുക്കിതിൽ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കുകയുള്ളൂ കേട്ടോ. അതുപോലെ സെറ്റായി. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ തൈര് ഇവിടെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കട്ടി പരുവത്തിലായിരിക്കും കറി ഒന്നും കൂടി അടിപൊളിയായിരിക്കുക. നല്ല കൂടുതൽ വെള്ളം കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നന്നായി നമുക്കിതിനെ ഇളക്കി കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം ഇതുപോലെ കുഞ്ഞി തിളകളൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിനെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ചെറിയ ലൂസ് കുഴപ്പമില്ല, അത് തണുത്ത് വരുമ്പോൾ സെറ്റായിക്കോളും. നമ്മുടെ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി കറി താളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ആദ്യം ഉലുവ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉലുവ ഇങ്ങനെ നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ചേർക്കാം. കടുക് നന്നായി പൊട്ടി വരട്ടെ. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വറ്റൽമുളകും പിന്നെ വേണ്ടത് അല്പം കറിവേപ്പിലയുമാണ്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശർക്കരയോ പഞ്ചസാരയോ നമ്മുടെ തേങ്ങാരപ്പ് ചേർക്കുന്നതിന് മുമ്പായിട്ടൊന്ന് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിയുടെ രുചിയിൽ നമുക്കൊരു അടിപൊളി പുളിശ്ശേരി ഇവിടെ കിട്ടുന്നതാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, കമൻറ്റ്, പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഇതുണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടണേ. കാത്തിരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.